ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ നമുക്കൊരു ട്രേഡ് എടുക്കാം. എവിടേക്ക് അപ്സൈഡേക്ക് ട്രേഡ് എടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാനൊരു വീഡിയോ ചെയ്ത് ഫുൾ വീഡിയോ ഇതിനെക്കുറിച്ച്. പിന്നെ ആലോചിച്ച് വേണ്ട, എപ്പോഴും ഞാൻ പിന്നെ കുറേ സംസാരിച്ചിട്ടുണ്ട്. അതിൽ 10-20 മിനിറ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവില്ല. ഓക്കെ, പിന്നെ 1 മിനിറ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇവിടെ 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 ഈ ബ്രേക്കിംഗ് കിട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ എടുത്തതായിരുന്നു 20 മിനിറ്റ്സിൽ. പിന്നെ ഞാൻ ആലോചിച്ചു വേണ്ട, അത് അപ്ലോഡ് ചെയ്താൽ പിന്നെ അത് നിങ്ങൾക്കൊരു ഇതാവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ ഈ ഒരു വീഡിയോ ഇത് ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ വെച്ച് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, റീസൺ വരുന്നല്ല, ഞാൻ കുറേ സംസാരിക്കും, അത് എല്ലാവർക്കും ഇഷ്ടാവില്ല ശരിക്ക്. ഓക്കെ, നമുക്ക് ഇവിടേക്ക് വന്നാലും ഒരു എൻട്രി നോക്കാം കേട്ടോ. 1 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തോരം ലെങ്ത് ഉണ്ടാവും എന്നൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഞാനതെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഞാനിത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ മാർക്കറ്റ് ഞാൻ വെച്ച അവിടെ നിന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, കാണാമല്ലോ. ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. അപ്പോൾ എന്താ സംഭവിക്കണേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതെങ്ങനെയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയണേ എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് എടുത്ത് പഠിക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, എപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളതല്ല പ്രാധാന്യം, നിങ്ങൾക്ക് പഠിക്കാനുള്ള മൈൻഡ് വേണം. ഓക്കെ, അതുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് പഠിക്കാൻ വരാം കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ മുകളിലേക്ക് പോകും താഴേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റ് കാണിക്കുമ്പോൾ പ്രതീക്ഷ വെച്ച് വരണ്ട. പഠിക്കാനുള്ള മൈൻഡിൽ വരാം. നിങ്ങൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എനിക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ ഈ സാധനം പഠിച്ചെടുക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മാത്രം വരാം കേട്ടോ. അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും ഫ്യൂച്ചറിൽ. പലർക്കൊരു ചിന്താഗതി ഉണ്ടാവും, നമുക്ക് ഇവിടെ 2 സ്ഥലത്ത് നിന്ന് എൻട്രി എടുക്കാം. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആകുമ്പോൾ ഇവിടെ നിന്ന് അതായത് ഈ ഒരു ലൈനൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ റണ്ണിങ്ങിൽ നമുക്ക് പ്രീമിയത്തിൽ എൻട്രി എടുക്കാം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ലൈൻ വെക്കണതെന്ന് അറിയും, ഈ ഒരു വര വരച്ചിരുന്നത് മാർക്കറ്റ് ആ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഞാൻ ഈ വരച്ച വരയുടെ തൊട്ടടുത്ത് വന്നിട്ട് ടാപ്പ് ചെയ്തിട്ടല്ലേ മാർക്കറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, ഞാനിത് ഇപ്പോൾ വരച്ചതോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിത് ഓൾറെഡി വരച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ഇല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു റീസൺ ഉണ്ട്, നിങ്ങൾക്കത് പഠിക്കണം, അതെനിക്ക് മനസ്സിലാവണം, ഫ്യൂച്ചറിൽ എനിക്കത് ഉപകാരം ഉണ്ടാവും എന്നൊക്കെ ധാരണ ഉണ്ടെങ്കിൽ മാത്രം വരാം കേട്ടോ. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞു, പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പഠിക്കാൻ ഇൻട്രസ്റ്റും കൂടി കാണിക്കണം, ആത്മാർത്ഥത കാണിക്കണേ. നമ്മളോട് ആത്മാർത്ഥത കാണിക്കാത്ത കാലത്തോളം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് കാണിക്കില്ല. അതങ്ങനെയാണ്, നമ്മളെന്താണോ ഒരാളോട് പെരുമാറുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരാം. മനസ്സിലല്ലേ? ഓക്കെ, ഞാനിത് ഒരു 1 മിനിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾക്കിത് ഇങ്ങോട്ട് ഇന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി, നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അതെന്താ പറയുക, ഒരു ചാർട്ട് ഇട്ട് മുകളിലേക്ക് പോകണതും താഴേക്ക് പോകണതും ഞാൻ ഇടുന്നത് അതാരെങ്കിലൊക്കെ ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? പക്ഷേ എല്ലാവരും അടിപൊളിയിട്ട് സൂപ്പർ ടാർജറ്റ് അടിച്ചില്ലേ, SL അടിച്ചില്ലേ, അത്രേ ഉള്ളൂ, അതിലൊതുങ്ങാണ്. അതല്ല, ഏതൊരാൾ ഞാനെന്നല്ല, ഏതൊരാൾ ചാർട്ട് ഇടുമ്പോഴും അതിലെന്തൊക്കെയോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ വന്നത്, എന്തുകൊണ്ടാണ് ആൾ അവിടെ ഒരു വരട്ടത്, വല്ല റീസൺ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചകഞ്ഞ് കണ്ടുപിടിക്കണം. അതാണ് പഠനം എന്ന് പറഞ്ഞാൽ. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ ഫൈനലി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ 2:40 വരെ ടൈമുള്ളൂ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ സാധാരണ. പിന്നെ മാക്സിമം പോയാൽ 3 മണി അത്രേ വെക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് അതായത് ടാർജറ്റ് അടിച്ചുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് മുകളിൽ നിൽക്കണ്ട, ടൈമായി, നമ്മൾ അതിനും കൂടി ഒരു പ്രാധാന്യം കൊടുക്കണ്ടേ. മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകണോ വാട്ടവർ എന്ത് വേണം നടന്നോട്ടെ, നമ്മളത് നോക്കണ്ട. നമുക്ക് നാളെയുണ്ട് മറ്റന്നാളുണ്ട് ഇല്ലേ, എപ്പോഴും ട്രേഡ് ഉണ്ട്. ഓക്കെ, വർക്കിംഗ് ഡേയിലാട്ടോ ഞാൻ പറഞ്ഞ, ശനി ഞായറും കൂട്ടണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് അതായത് ഡിസിപ്ലിൻ, അതാണ് ഇതിൽ മെയിൻ. അല്ലാതെ എൻ്റെ സെറ്റപ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഡിസിപ്ലിനാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഞാൻ ചീത്ത പറയും, ചിലപ്പോൾ ചൂടാവും, അതൊക്കെ നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരായിട്ട് മാത്രം വന്നാൽ മതി. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നീ പോടാൻ അല്ലെങ്കിൽ നീ പോടാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വരണ്ട, താല്പര്യമില്ല. മനസ്സിലായില്ലേ? ഒരു അധ്യാപകനാകുമ്പോൾ അതിൻ്റേതായ ഒരു
അതായത് കുട്ടികൾ പറഞ്ഞത് കേൾക്കാണ്ടാകുമ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പണ്ടത്തെ മാഷന്മാരൊക്കെ ഓരോന്ന് പറയില്ലേ, അതുപോലെയൊക്കെ സംസാരിക്കും ഞാൻ. ഓക്കെ, അത് നിങ്ങളുടെ നല്ലതിനാണ്. എപ്പോഴും നമ്മൾ ഉമ്മയും പാപ്പയിലും അച്ഛനമ്മയൊക്കെ ആയാലും നമ്മളോട് പറയുന്നത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ, അതുപോലെ കരുതിയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ റിസൾട്ട് ഞാൻ ഫൈനലിൽ ഇടാം കേട്ടോ. ഞാൻ ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ 25 100 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ കഴിവൊന്നുമല്ല കേട്ടോ, നിങ്ങളതാദ്യം മനസ്സിലാക്കുക. ഓടി വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് ഞാൻ ആ മാനസിക ശക്തിയോ ഭയങ്കര പ്രോ ട്രേഡറോ ഭയങ്കര ഒരു സെറ്റപ്പോ ഒന്നുമല്ല. ഇതൊരു ലോജിക്ക് വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇത് കാണുന്ന ഓടി വരാൻ ഇത് പഠിച്ചാൽ എൻ്റെ ലോസൊക്കെ മാറും എന്ന് വിചാരിക്കുന്ന ആൾക്കാരും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു 1 മിനിറ്റിൻ്റെ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ പിന്നെ ആലോചിച്ചു ഇതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടിടാന്നുള്ളത്. ഓക്കെ.